ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മെഹന്തിയൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡാണ്. അപ്പോൾ ഇത് മീഷോയിലും ആമസോണിലൊക്കെ 175 രൂപയാണ്. ഇതിന് ലെങ്ത് ഉണ്ട് കേട്ടോ, ബട്ട് അതിനൊക്കെ. അപ്പം ഇതുപോലെ നമ്മളൊരു ഹാൻഡ് കാർഡ്ബോർഡിൽ വെട്ടിയെടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, വെള്ള പേപ്പർ വെച്ചിട്ട് അതിനെ കവർ ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതായത് ഇൻസുലേറ്റ് ചെയ്യുക അതിനെ മൊത്തത്തിൽ. എന്നാലല്ലേ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ചുരണ്ടി കളയാൻ പറ്റുള്ളൂ അതിൻ്റെ അകത്തു നിന്ന്. അപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പീസ് സെല്ലോ ടേപ്പും ആ വിരലുകൾക്കിടയിലൂടെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ആ തുമ്പ് വരുമ്പോൾ വെട്ടിക്കളഞ്ഞാലും മതി. ഓക്കെ, അപ്പം ഇതിങ്ങനെ വെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ആൻഡ് നല്ല ഒട്ടണ ഫെവിക്കോൾ പോലുള്ള പശകളൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കിട്ടും. എൻ്റെ ഫെവിക്കോളൊക്കെ ഇപ്പം സ്റ്റോക്ക് ഔട്ടായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് എന്ത് ചെയ്യാഞ്ഞത്, ഇത് ഇങ്ങനെയുള്ള ഫെവിക്കോളൊന്നും എടുക്കാഞ്ഞത്. നെക്സ്റ്റ് നമ്മളിതുപോലെ സെല്ലോ ടേപ്പൊക്കെ ഒന്ന് ഒട്ടിച്ച് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം മുക്കിയതിനെ. അപ്പം എല്ലാവർക്കും പേപ്പറും കാര്യങ്ങളും ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, ബട്ട് എല്ലാത്തിനും ജയിച്ചു. പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 3 B ഗ്രേഡ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു B ഗ്രേഡൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? അതാ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ നമുക്ക് B ഗ്രേഡ് കിട്ടിയത്, തനി വന്നതല്ലേ. അപ്പം നമ്മുടെ കൈയൊക്കെ ഇവിടെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയാം കേട്ടോ. ഈ കൈ അങ്ങനെ ഇഷ്ടപ്പെടാനായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് നമ്മളിങ്ങനെ മെഹന്തി വരച്ച് പഠിക്കാനായിട്ടുള്ള കൊച്ച് കൈയാണിത്. ഒരു കൊച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വരയ്ക്കണമെങ്കിലോ എടുക്കണമെങ്കിലോ ഒക്കെയുള്ള ഒരു കൊച്ചു കൈയാണിത്. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയിൽ വെച്ചിട്ട് എൻ്റെ കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ പരീക്ഷിച്ചതാണ്. ഇതപ്പോൾ നമ്മളെ കൈ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ മൈലാഞ്ചി ഇട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ ഇടുന്നത് നോക്കിക്കോളാം. ഫസ്റ്റ് ഞാനൊരു റൗണ്ടൊക്കെ വരച്ചത് വലിയ ആളാവാനായിട്ടൊക്കെ നോക്കിയതാണ്, ബട്ട് അത് നൈസായിട്ട് ചീറ്റിപ്പോയി. അതുകൊണ്ടിട്ട് നമ്മൾ വേറെ ഡിസൈനാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. കണ്ടോ? പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയൽ കയ്യിലൊക്കെ ഇടുന്ന ആ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിലിട്ടാൽ കിട്ടൂല. കാരണം റിയൽ കയ്യിലിടുമ്പോൾ അത് കുറേ നേരം കഴിയുമ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ അത് ചുമക്കുമല്ലോ. ഇതിൻ്റെ അകത്ത് അങ്ങനെ ചുമക്കില്ല. നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നുണ്ട്, ചുമക്കില്ല. പിന്നീട് ഞാനത് മായ്ച്ചിട്ട് ഞാനൊരു ലോട്ടസ് വരച്ചു. ലോട്ടസിൻ്റെ പെറ്റൽസൊക്കെ ഒരുപോലെയൊക്കെ ആവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പം ഇതുപോലെ നമ്മളൊരു ലോട്ടസ് വരച്ചു. ഈ ഓണക്കാലത്ത് മെയിനായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു ഈ ലോട്ടസ്. ഈ ലോട്ടസ് അല്ല, അത് വേറെ ലോട്ടസ് ആയിരുന്നു. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആരൊക്കെ കണ്ടു എന്ന് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പം 3 പെറ്റൽസ് ഒരു സൈഡിൽ വരുന്ന രീതിയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും വരച്ചു കൊടുക്കുക. ഓക്കെ, ഫിംഗേഴ്സിലൊക്കെ ഭയങ്കര മൈൽഡായിട്ടുള്ള ഡിസൈൻസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരച്ച് പഠിക്കാമല്ലോ. ഇപ്പം ആരെയും നിങ്ങൾക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനിന്ന് എൻ്റെ ഉമ്മച്ചിയുടെ കയ്യിലിട്ട് കൊടുക്കും, അത് വേറെ കാര്യം. ഇന്നലെ പാതിരാത്രി ഒരു 10:30 ആയപ്പോഴത്തേക്കിനും, രാത്രി ഒരു 10:30 ആയപ്പോഴത്തേക്കിനും ഞാനും ഉമ്മച്ചിയും കൂടി ഇരുന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയ മൈലാഞ്ചി ഇട്ടു കേട്ടോ. ചെറുതായിട്ട്, വിരലിലൊന്നും ഇട്ടില്ല, അതിൻ്റെ ആ ഒരു ഉൾപോഷം മാത്രം ഇട്ടു. ഇനിയും അതിൻ്റെ അകത്ത് ഇടാൻ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് ഇടാൻ ഉമ്മച്ചി ഇരുന്നില്ല, ഉമ്മച്ചിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു ഉമ്മച്ചി പോയി കിടന്നു ഗൈസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ ഈ ലീഫ് വരച്ചപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും വികലാംഗനായിപ്പോയി ഈ ലീഫ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ അത് മായ്ച്ചിട്ട് വൃത്തിയായിട്ട് ഒന്നും കൂടെ ഒന്ന് വരച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഈ മെഹന്തി കോൺ എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, ഇതുണ്ടല്ലോ, നമ്മൾ പറയാനും കിട്ടുന്നില്ല, സിങ് മൈലാഞ്ചി വങ്ങിച്ചിട്ട് അതിനെ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ. മെഹന്തി കോണായിട്ട് ഫില്ല് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു ഡിസൈനിൻ്റെ ആ ഒരു പെറ്റൽസിനെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ,
ബോൾഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേന് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇങ്ങനെ മൈലാഞ്ചി പ്രഷർ കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോൾഡായിട്ട് വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും ചെയ്ത് കൊടുക്കണം, എന്നാലേ അതിനൊരു പെർഫെക്ഷനും ഒരു ഭംഗിയും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ ഇലയും കൂടെ സെയിം ടു സെയിം ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ മെഹന്തിയിൽ നമ്മളിങ്ങനെ പ്രഷർ ചെയ്ത് ചെയ്യുമ്പോൾ മെഹന്തിയൊക്കെ തീരാറായി കഴിഞ്ഞാൽ നല്ല കൈ ഇങ്ങനെ നല്ല വേദനിക്കും കഴക്കും ഒക്കെ ചെയ്യും. ബട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സഹിച്ച് വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് നമ്മളിനി വിരലിലെ ഡിസൈൻസാണ് നോക്കാനായിട്ട് പോകുന്നത്. വിരലിൽ ഒരു ലൈൻ വരയ്ക്കുക, മിഡ് ലെങ്ത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ലെങ്ത്ത് ഒക്കെ വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. കാൽ ഭാഗം ഒക്കെ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ബാക്ക് ഹാൻഡിൽ ഇടാനുള്ള ഡിസൈനാണ് കേട്ടോ. അപ്പം എവിടെ വേണമെങ്കിലും ഇടാം, ബാക്ക് ഹാൻഡിൽ ഫ്രണ്ട് ഹാൻഡിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക, അതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് അമ്പുകൾ വരച്ചു കൊടുക്കുക, അതായത് കുഞ്ഞു കുഞ്ഞു പോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതൊക്കെ, പറഞ്ഞു തരേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ ഡ്രോപ്പ് പോയിൻറ്റ്സ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരച്ചെടുക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല സ്റ്റഡി ആയിട്ട് വേണം വരയ്ക്കാനായിട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി ഇരിക്കും എന്നെപ്പോലെ. ഇതൊക്കെ ഒരുമാതിരി വികലാംഗനായ ഡ്രോപ്പ് പോയിൻറ്റ്സ് ഒക്കെയാണ്. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ നല്ല സ്റ്റഡി ആയിട്ടൊക്കെ വരയ്ക്കാൻ ശ്രമിക്കുക. ഈ ഡ്രോപ്പ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ വൈൻസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന സാധനമാണ്. അതിന് മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് വലിച്ചു വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് നോർമൽ വൈൻസ് ആവുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ആ താമരയുടെ മുകളിൽ 3 കുത്തിട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ബോർഡറിലായിട്ടൊരു ഡിസൈനും കൂടി ഉണ്ട് കേട്ടോ. ബോർഡറിൽ ഇടാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ ഇങ്ങനെ ലൈൻ വരച്ച് ഹമ്പ് വരച്ച് മുകളിൽ കുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര എളുപ്പമായി.